ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ആദ്യമേ തന്നെ ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മംഗളവാർത്ത കാലഘട്ടത്തിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാന വിഷയമാക്കുന്നത്. അതിൽ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 19ാമത്തെ വാക്യം. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. എന്തെന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. സ്വപ്നങ്ങളിൽ ദൈവത്തിന്റെ ദർശനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുകയാണ്. 2021 വേൾഡ് ഡേ ഫോർ വൊക്കേഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് വിശുദ്ധ ഔസേപ്പ് പിതാവിനെ അധികരിച്ചു നൽകിയ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ ധ്യാന വിഷയമാക്കുകയാണ്. സുവിശേഷം അനുസരിച്ച് 4 സ്വപ്നങ്ങളാണ് ഔസേപ്പ് പിതാവിനുള്ളത്. അതിൽ 1-ാമത്തെ സ്വപ്നം നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന വചനഭാഗത്തു നിന്നാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഔസേപ്പ് പിതാവിന് ദൈവിക ദൂതൻ നൽകുന്ന സന്ദേശം. 2-ാമത്തെ സ്വപ്നത്തിൽ ശിശുവിനെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 3-ാമത്തെ സ്വപ്നത്തിൽ ഈജിപ്തിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നു. 4-ാമത്തെ സ്വപ്നത്തിൽ സ്വദേശത്തേക്ക് മടങ്ങവേ ഗലീലയിലെ നസ്രത്തിലേക്ക് പോകുവാനായി ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഈ ദൈവിക സ്വപ്നങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു മനുഷ്യനെയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിൽ നാം കണ്ടെത്തുന്നത്. സ്വപ്നങ്ങൾക്ക് മുമ്പ് തൻ്റെ പദ്ധതികൾ, തൻ്റെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഒക്കെയായിട്ട് നിൽക്കുന്ന ഈ ഔസേപ്പ് പിതാവ് സ്വപ്നങ്ങൾക്ക് ശേഷം തൻ്റെ കണക്കുകൂട്ടലുകളും തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ പദ്ധതികളും ഒക്കെ ഉപേക്ഷിച്ച് ഒത്തിരിയധികം റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കായി സ്വന്തം ജീവിതം ബലികഴിക്കുകയാണ്. എന്തായിരിക്കും ഈ സ്വപ്നങ്ങളിൽ ദൈവത്തിന്റെ ദർശനം, ദൈവിക സ്വരം തിരിച്ചറിയാൻ വിശുദ്ധ ഔസേപ്പ് പിതാവിന് ഇടവന്നിരിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തിലേക്ക് ചരിഞ്ഞിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തോട് അത്രമാത്രം അടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചെറിയ നിമന്ത്രണങ്ങളിൽ പോലും ദൈവത്തിന്റെ സന്ദേശം തിരിച്ചറിയാൻ കഴിയുന്ന വിധം ഔസേപ്പ് പിതാവിന്റെ ഹൃദയം തുറന്നിരുന്നത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിന്റെ നൈർമല്യത ആവശ്യമാണ്. ഔസേപ്പ് പിതാവ് സ്വപ്നങ്ങളിൽ ദൈവത്തെ കാണുകയാണ്, ദൈവത്തിന്റെ സന്ദേശം സ്വീകരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ സ്വപ്നങ്ങളിൽ നാം എന്തൊക്കെയാണ് കാണുന്നത്? ഈ മനഃശാസ്ത്ര പഠനമനുസരിച്ച് ഒരുവന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരുവന്റെ സുബോധ, ഉപബോധ, അബോധ, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സ്വപ്നങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബോധ മനസ്സുകളിലൊക്കെ ആരാണ് കടന്നുകൂടിയിരിക്കുന്നത്? എന്താണ് കടന്നുകൂടിയിരിക്കുന്നത്? ദൈവം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങളിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ സുവിശേഷ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ ഈ സ്വപ്നത്തെ പറ്റി, ഈ സ്വപ്നങ്ങൾക്കുള്ള ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യുത്തരത്തെ പറ്റി നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം. 2 കാര്യങ്ങൾ. 1, നമ്മുടെ ഈ സ്വപ്നങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിന് നമ്മെ പറ്റിയുള്ള പദ്ധതികൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? 2, നമ്മുടെ സ്വപ്നങ്ങളിൽ നമുക്ക് ദൈവത്തെ കാണാനാകുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. പ്രിയരെ, നമ്മളിന്ന് ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വപ്നങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും, 2ാമതായി നമ്മുടെ സ്വപ്നങ്ങളിൽ ദൈവത്തെ കാണുവാനും. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.